എല്ലാവർക്കും അമ്മൂസ് കുക്ക് ടേൽസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ബേക്കറി സ്റ്റൈലിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജാം റോളിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്യണം കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ ഓപ്ഷൻ അമർത്തിയാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് വരുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ജാം റോൾ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ വാനില എസൻസ്, 1/4 കപ്പ് മൈദ, ഒരു നുള്ളു ഉപ്പ്, 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചത്, 1/8 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ബേക്കിംഗ് പൗഡർ നമ്മൾ 1/4 ടീസ്പൂണാണ് എടുക്കേണ്ടത്. അതിൻ്റെ പകുതിയാണ് ബേക്കിംഗ് സോഡ എടുക്കേണ്ടത്, അതായത് 1/8. പിന്നെ ജാം റോളിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാനായിട്ടുള്ള മിക്സഡ് ഫ്രൂട്ട് ജാം കൂടി വേണം. ഇനി നമുക്ക് ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, ഉപ്പ്, മൈദ ഇത് 4ഉം കൂടി നമുക്കൊരു അരിപ്പയിൽ അരിച്ചെടുക്കണം. ഇതുപോലെ ഒരു വലിയ പാത്രം എടുത്തിട്ട് അതിലേക്ക് അരിച്ചെടുക്കുക. ഞാൻ ഇതുപോലത്തെ അരിപ്പയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ സാധാരണ അരിപ്പുണ്ടെങ്കിൽ അതായാലും മതി. അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇതുപോലെ ഫോർക്ക് വെച്ചിട്ട് മിക്സ് ചെയ്താലും മതി, അല്ലെങ്കിൽ വിസ്ക് ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്താലും മതി. മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 2 കോഴിമുട്ടയിലോട്ട് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇത് ബീറ്റ് ചെയ്യാനായിട്ട് വിസ്കോ അല്ലെങ്കിൽ ഫോർക്കോ ഉപയോഗിച്ച് ചെയ്യാം കേട്ടോ. ഞാനിവിടെ വിസ്ക് വെച്ചിട്ടാണ് ചെയ്യണത്. ബീറ്റർ വെച്ച് ചെയ്താൽ നല്ല ഫ്ലഫി ആയിട്ട് വരും. ഉള്ളവർ ചെയ്യുക. അപ്പോൾ ഞാനിത് ഇപ്പോൾ വിസ്ക് വെച്ചിട്ടാണ് ചെയ്യണത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്യണം കേട്ടോ. കാരണം മിക്ക ആൾക്കാരും വീഡിയോസ് കണ്ടു പോകണേ ഉള്ളൂ. നമുക്കത് നമ്മുടെ വീഡിയോ അനലിറ്റിക്സിൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോസ് കണ്ടു പോകുന്നത്. അപ്പോൾ വീഡിയോസ് കാണുമ്പോൾ അത് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി ഞാൻ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. ആദ്യം ഒരു 2 ടീസ്പൂൺ ചേർത്തിട്ട് നന്നായി ബീറ്റ് ചെയ്യുക. പിന്നെ വീണ്ടും 2 ടീസ്പൂൺ ചേർത്തിട്ട് വീണ്ടും ബീറ്റ് ചെയ്യുക. അങ്ങനെ 3-4 പ്രാവശ്യമായിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതാ കണ്ടോ, നല്ല മിൽക്കി ടെക്സ്ചർ ആയിട്ടുണ്ട്. ഇത് ബീറ്റർ വെച്ചിട്ടാണ് ചെയ്യണമെങ്കിൽ ഇനിയും പതഞ്ഞ് വരും. അപ്പോൾ നമ്മുടെ ജാം റോളിൻ്റെ ബേസ് വളരെ ഫ്ലഫി ആയിട്ട് വരും. അപ്പോൾ തൽക്കാലം ഈ ഒരു കൺസിസ്റ്റൻസി മതിയാവും. ഇനി നമുക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. ഈ പൗഡർ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യുമ്പോൾ ഒരുപാടിട്ട് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പാൻ കേക്ക്, അതായത് ജാം റോളിൻ്റെ ബേസ് നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ നല്ല ഹാർഡായി പോവും. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കാം. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 5 ഡ്രോപ്സ് വിനീഗർ ചേർത്ത് കൊടുക്കുക. വിനീഗർ ഇല്ലാത്തവർ ചേർക്കണമെന്നൊന്നുമില്ല കേട്ടോ. വിനീഗർ ചേർക്കുമ്പോൾ മാവ് പെട്ടെന്ന് പൊന്തി വരും. അപ്പോൾ പെട്ടെന്ന് കുക്കായി കിട്ടും. മാത്രമല്ല നമ്മളിത് പാനിലാണ് ചെയ്യാൻ പോണത്. അപ്പോൾ ഒരുപാട് നേരിട്ട് പാനിൽ കുക്ക് ചെയ്യാൻ നമുക്ക് പറ്റില്ല. കാരണം അടി കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഞാൻ വിനീഗർ ചേർത്ത് കൊടുത്തത്. ഇനി വേണ്ടത് ഇതുപോലത്തെ നോൺ സ്റ്റിക്ക് പാനാണ്. അടച്ച് വെക്കാൻ പറ്റുന്നൊരു പാന്. അപ്പോൾ ഇതിലോട്ട് നമ്മൾ എണ്ണയോ വെണ്ണയോ തടവിയിട്ട് നമ്മളിത് അടുപ്പിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാണ് ചെയ്യണത്. ഞാനിപ്പോൾ ഇത് ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. സിമ്മിലാണ് വെച്ചിട്ടുള്ളത്. നമുക്കിനി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എൻ്റെ ഇത് ചെറിയ പാൻ ആയതുകൊണ്ട് ഇത് നമ്മൾ കുക്കായതിന് ശേഷം നമ്മൾ ഈ ജാം റോളിന് വേണ്ടി നമ്മൾ മടക്കില്ലേ, അപ്പോൾ അങ്ങനെ മടക്കുമ്പോൾ 1-2 റോളിങ് മാത്രമേ നമുക്ക് വരുള്ളൂ. പക്ഷേ വലിയ പാൻ ആണെങ്കിൽ ഒരു 3 റോളൊക്കെ, അതായത് 3 പ്രാവശ്യം നമുക്കിങ്ങനെ റോൾ ചെയ്തെടുക്കാൻ പറ്റും. നോൺ സ്റ്റിക്ക് പാൻ തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി വലിയ പാൻ ആണെങ്കിൽ എല്ലാ അളവും ഇരട്ടിയായിട്ട് തന്നെ എടുക്കുക. ഇനി ഇത് അടച്ചു വയ്ക്കുക. അടച്ചു വെച്ചിട്ട് സിമ്മിൽ തന്നെ കുക്ക് ചെയ്യണം. 3.5 മിനിറ്റ് കഴിയുമ്പോൾ തുറന്നു നോക്കണം.
നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അടി കരിയും ഉറപ്പാണ്. അപ്പോൾ 3.5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ പപ്പടക്കോലോ അല്ലെങ്കിൽ ടൂത്ത് പിക്കോ വെച്ചിട്ട് കുത്തി നോക്കുക. ഇത് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അടച്ചു വെക്കണം കുറച്ച് നേരം, ഒരു 2-3 മിനിറ്റ്. നമ്മുടെ ജാം റോളിൻ്റെ പാൻ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിതുപോലെ കമത്തിയിട്ട് കൊടുക്കാം. കണ്ടോ, അടിയൊന്നും കരിഞ്ഞിട്ടില്ല. ഇതുപോലെ തന്നെ ചെയ്യണം, എന്നാൽ മാത്രമേ ഇതുപോലെ കിട്ടുള്ളൂ, ഇല്ലെങ്കിൽ അടിയൊക്കെ കരിഞ്ഞു പോകും. ഇനി ഇത് കുറച്ചൊന്ന് ചൂടാറണം. ഒരു 5 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യണം. 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിതിലോട്ട് മിക്സഡ് ഫ്രൂട്ട് ജാം ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജാം ചേർക്കാം കേട്ടോ. പക്ഷേ സാധാരണ പുറത്തുനിന്ന് മേടിക്കുന്ന ജാം റോളിൽ നമ്മൾ ഈ ജാമാണ് കണ്ടിട്ടുള്ളത്, അതുകൊണ്ടാണ് ഞാനിത് ചേർക്കുന്നത്. അപ്പോൾ ഇത് തേച്ച് കൊടുക്കുമ്പോൾ ഫുള്ളായിട്ട് തേച്ച് കൊടുക്കുക, പക്ഷേ കട്ടിയിൽ തേച്ച് കൊടുക്കരുത്, റോൾ ചെയ്യുമ്പോൾ പുറത്തോട്ട് വരും. ഇനി കുറച്ച് പഞ്ചസാര സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. മാത്രമല്ല ബേക്കറിയിൽ കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് തരണം. ഇനി ഇത് ഇങ്ങനെ ടൈറ്റായിട്ടൊന്ന് ഇങ്ങനെ റോൾ ചെയ്തെടുക്കണം. വലിയ പാനാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് റോൾ ചെയ്യാം കേട്ടോ. അപ്പോൾ മുറിക്കുമ്പോൾ 2-3 റോൾസ് ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഇനി നമുക്ക് ഇതുപോലെ ബട്ടർ പേപ്പർ എടുത്തിട്ട്, ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ അലുമിനിയം ഫോയിൽ ആയാലും മതി, ഇനി അതും ഇല്ല എങ്കിൽ സാധാരണ ഒരു പ്ലാസ്റ്റിക് പേപ്പർ ആയാലും മതി. എന്നിട്ട് ഇതുപോലെ അറ്റത്ത് കൊണ്ടുവച്ചിട്ട് ഇതുപോലെ ടൈറ്റായിട്ട് റോൾ ചെയ്ത് വെക്കുക. എന്നിട്ടൊരു റബ്ബർ ബാൻഡോ മറ്റോ ഇട്ട് വയ്ക്കുക. അപ്പോൾ അത് തുറന്ന് വരില്ല. ഇനി ഇത് ഒരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞാൻ കൊണ്ടുവരാം. അപ്പോൾ ഇതാ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ചുറ്റും നമ്മുടെ മിക്സഡ് ഫ്രൂട്ട് ജാം പുരട്ടി കൊടുക്കണം. എങ്കിൽ മാത്രമേ ശരിക്കുള്ള ആ ഒരു ബേക്കറി സ്റ്റൈൽ ജാം റോളിൻ്റെ അതേ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. ഒരുപാടൊന്നും തേച്ച് കൊടുക്കണ്ട, ലൈറ്റായിട്ട് തേച്ച് കൊടുത്താൽ മതി. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് പഞ്ചസാര ഇതിൻ്റെ പുറത്തു കൂടി ഒന്ന് തൂവി കൊടുക്കണം. ഓക്കെ, അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മുറിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് 1 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 1.5 സെൻറ്റിമീറ്റർ വീതിയിൽ മുറിച്ചെടുക്കാം. 2 സൈഡിലെ എൻഡ് പോർഷൻ അത്ര പെർഫെക്റ്റ് ആയിട്ട് വരില്ല, ബാക്കിയെല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് റോൾ തന്നെയായിട്ടാണ് കിട്ടുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വലിയ പാനാണെങ്കിൽ നല്ല വലിയ ജാം റോൾ കിട്ടും. ഇതിപ്പോൾ മിനി ജാം റോളാണ്, നമ്മൾ ചെറിയ പാനല്ലേ ഉപയോഗിച്ചത്. അപ്പോൾ എല്ലാ പീസും ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ജാം റോൾ റെഡി ആയിട്ടുണ്ട്. ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ 6 പീസാണ് എനിക്ക് കിട്ടിയത്. പിന്നെ ഉള്ളത് 2 അറ്റത്തുള്ള പീസാണ്. അപ്പോൾ 6 ജാം റോളാണ് കിട്ടിയത്. നമ്മുടെ ജാം റോൾ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ജാം റോളാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്യണം കേട്ടോ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ. താങ്ക് യു ഫോർ വാച്ചിങ്.